ഇല്ല തീരാറായി. എന്ത് വെക്കടാ? അല്ല ഞാൻ ആലോചിക്കായിരുന്നേ, മാമൻ കല്യാണത്തിന് പൊയ്ക്കോ? കല്യാണത്തിന്? ഞാനേ കല്യാണം? എന്തൊന്ന് മാമ, ശ്രീദേവി മാമിയുടെ മോന്റെ. അയ്യോ ഞാൻ മറന്നുപോയി മക്കളെ. അതിന് മാമൻ പൊയ്ക്കോ, ഞാൻ ചേട്ടനെയും കുട്ടി റീയൂണിയന് പോവാന്ന്. പക്ഷെ ഇന്നലെ നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അത് പിന്നെ ചേട്ടൻ അവിടുത്തെ ആരും ഓർമ്മയൊന്നുമില്ലല്ലോ, പിന്നെ കൊണ്ടുപോയ പ്രശ്നമല്ലല്ലോ. ഇതിനടുത്ത് ഓർമ്മയില്ലെന്ന്. അതായത് മാമ, ചേട്ടൻ അവിടെ ആരെയും ഓർമ്മയില്ല, അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ മാമിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ലേ? വിഷമപ്പെടൂലേ? എന്തിനു വിഷമിക്കണം? മാമ പോവയല്ലേ. അല്ലെങ്കിൽ മാമിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? അത് എന്നെ തന്നെ. അപ്പൊ പിന്നെ എന്ത് പ്രശ്നം? മാത്രല്ല മാമിയുടെ സ്വഭാവം അറിയല്ല, വെറും പിശിക്കയാണ്. ഒരു സദ്യ ലാഭിച്ച മാമിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അത് ശരിയല്ലേ? അല്ലേ? അപ്പൊ മാമൻ പിങ്കിയെ കൂട്ടി പോ. അയ്യോ പിങ്കിയാ? പിന്നെ എങ്ങനെ സദ്യ ലാഭിക്കും? ഒരു ഊണിന് വരെ 2 ഊണും ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല മാമ, അതൊക്കെ മാമിക്ക് ഇഷ്ടം തന്നെ. ഓക്കെ, അപ്പൊ പിങ്കിയെ കൂട്ടി പോയാൽ മതി. അപ്പൊ ശരി, പിങ്കിയും കൂട്ടി പോവല്ലേ? ഓക്കെ. ഓ മക്കളെ, ഒരു ഗ്ലാസ് ചായ. ഇപ്പൊ അങ്ങോട്ട് കുടിച്ചല്ലേ ഉള്ളൂ. ചായാലും മതി. ഇടക്കിടക്കുള്ള ചായയുടെ അത്ര ശരിയല്ല, ഷുഗറൊക്കെ കൂടും. അല്ല പഞ്ചാര കുറച്ചിട്ടോ. ചവയ്ക്കാൻ കൂടെ വല്ലതും എടുത്തോണേ. അങ്കിൾ അങ്കിൾ ഒരു കാര്യം അറിഞ്ഞാ? റീയൂണിയന് അങ്കിളും അപ്പച്ചും കൂടെയാണ് പോണേന്ന്. എന്നാൽ അപ്പച്ചി ഇത് എങ്ങനെ സമ്മതിച്ചേ? പിങ്കി പെണ്ണെ, ഇവള് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇവളെ ക്ലാസ്സിലുള്ള കംപ്ലീറ്റ് പെമ്പിളാരെ എനിക്കറിയാം. കാര്യം എനിക്ക് ഇവളെ കാണണമല്ലോ. ഞാൻ അവരെല്ലാം സോപ്പിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പ്രിയ, ഗായത്രി, മഞ്ജു, ബിന്ദു, രേഷ്മ എല്ലാരെയും എനിക്കറിയാം. അതിൽ കുറച്ചു പേർക്കാണ് ചെറുതായിട്ട് എൻ്റെ അത് ഇങ്ങോട്ട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ടാ നോക്കണ്ടേ? അതല്ലേ നമ്മളവിടെ പോണ റീയൂണിയൻ. ഈ കാര്യം മിക്കവാറും അപ്പച്ചിക്ക് അറിയായിരിക്കും. അതാണ് നിങ്ങളെ കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ ജനിച്ചപ്പോഴേ കോഴിയായിരുന്നു. കോഴി അതിന്റെ ഇടി. ഞാൻ അവരെ പെങ്ങന്മാരെ പോലെ തന്നെ കണ്ടിരുന്നത്. പക്ഷെ അതിൽ 2-3 പേര് എന്നെ ആങ്ങളായിട്ടല്ലേ കണ്ടത്. അപ്പൊ നമ്മൾ പിന്നെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ? ആരടി സന്തോഷം ആഗ്രഹിക്കാത്തത്? എന്നാലും ഇത്രയൊക്കെ അറിയാഞ്ഞിട്ടും അപ്പച്ചി എങ്ങനെ ഓക്കെ പറഞ്ഞെന്നാണ്? അതങ്ങനെ എന്റെ മണ്ടൻ ഗുണായി അപ്പച്ചിക്ക് വല്ല അറിയാമോ? ഞാൻ നൈസിന് ഒരു നമ്പർ ഇട്ട്. എന്തോ നമ്പർ ഇട്ട്? ഞാൻ നേരെ ചെന്നിട്ട് പറഞ്ഞ്, ചിന്നു അല്ലെങ്കിൽ ഞാൻ റീയൂണിയൻ എന്ന് പറഞ്ഞില്ല. എനിക്ക് അവിടെ ആരും അറിഞ്ഞൂടാ. ഞാൻ ഇതിന് പിന്നെ അറിഞ്ഞൂടാത്ത റീയൂണിയൻ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല. നീ വിളിച്ചാലും പറഞ്ഞില്ല. അവള് പൊട്ടം ഗുണായിപ്പിയാണ്ട് എന്തെന്ന് ഇത് അവള് ചെയ്യുന്നു. ആരും അറിഞ്ഞൂടെ? എന്നാ പിന്നെ വന്നോ. എനിക്കാണെങ്കിൽ എല്ലാരും അറിയാം. അപ്പൊ നിങ്ങൾക്ക് ആരും ഓർമ്മയില്ലല്ലേ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നമ്മളെ ചുരുണ്ട മുടി ഗായത്രി, പൂച്ച കണ്ടി പാർവതി, നീണ്ട മുടിയുള്ള നമ്മളെ പ്രദീപ, എല്ലാരെയും എനിക്കറിയാം. നല്ല വ്യക്തമായിട്ട് അറിയാം. നീ എന്തിനാ കോല അടിക്കുന്നത്? പിന്നെ ആരെയൊക്കെ അറിയാം? പിന്നെ എനിക്ക് ഇവരെയൊക്കെ ഞാൻ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. പൂച്ചക്കണ്ണി, പൂച്ചക്കണ്ണി, ചുരുട്ടമുടി, ചുരുട്ട മുടിയായിട്ട് പാർവതി അല്ലേ? ഞാൻ കൊല്ലണോ നിങ്ങൾ ആത്മഹത്യയാണോ? എന്തിന്? അല്ല ഞാനിപ്പോ നിങ്ങളെ കൊല്ലാൻ പോവേ. ആ ഒരു ഉപയോഗമെങ്കിലും ചെയ്തതാ. അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യമുണ്ട്. കള്ളത്തരം 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 അല്ലേ? കള്ളത്തരം പറയണ എന്റെ അടുത്ത്. കള്ളത്തരം പറയണ കള്ളത്തരം. അയ്യോ, റീയൂണിയൻ പൊളിഞ്ഞു. എനിക്കിനി കല്യാണത്തിനെങ്കിലും പോണം.